ആത്മകഥാ വിവാദത്തിൽ DGPക്ക് പരാതി നൽകിയതിന് പിന്നാലെ DC ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ച് CPM നേതാവ് EP ജയരാജൻ. DC മാപ്പ് പറയണമെന്ന് അദ്ദേഹം വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് K വിശ്വൻ മുഖേനയാണ് DC ബുക്സ് CEOയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ദിവസം ആത്മകഥയുടെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് പുറത്തുവിട്ടത് DC ബുക്സ് ആണ്. എന്റെ കക്ഷിയുടെ ആത്മകഥ പൂർത്തിയായിട്ടില്ല. ദുഷ്ടലാക്കോടുകൂടി തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രചരിപ്പിച്ചത് സാമൂഹിക മാധ്യമത്തിൽ എന്റെ കക്ഷിയെ തേജോവധം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രചാരണ ആയുധം നൽകേണ്ടതിന് വേണ്ടിയാണിത്. അതിനാൽ വക്കീൽ നോട്ടീസ് കിട്ടിയാൽ ഉടനെ DC ബുക്സ് പുറത്തുവിട്ട എല്ലാ പോസ്റ്റുകളും ആത്മകഥ എന്നുള്ള ഭാഗങ്ങളും പിൻവലിച്ച് മാപ്പ് പറയണം. അല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജനോട് CPIM വിശദീകരണം തേടിയേക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനിടെ EP ജയരാജൻ ഇന്ന് പാലക്കാട്ടെത്തി ഡോക്ടർ P സരന് വേണ്ടി പ്രചാരണം നടത്തും. EP ജയരാജന്റെ ആത്മകഥയിൽ ഡോക്ടർ P സരനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് EP-യുടെ നീക്കം. പുസ്തകത്തിന്റെ ഉള്ളടക്കം തള്ളിയ EP DGPക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. വിവാദമായതോടെ തള്ളി പറഞ്ഞെങ്കിലും CPIM-നെ രാഷ്ട്രീയമായും സംഘടനാപരമായും പ്രതിരോധത്തിൽ ആക്കുന്നതാണ് EP ജയരാജന്റെ ആത്മകഥ. ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയുന്നതും ജാവേദേക്കർ കൂടിക്കാഴ്ചയെ ന്യായീകരിക്കുന്നതുമാണ് പാർട്ടി രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നത്. എന്നാൽ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതും ബോണ്ട് വിവാദത്തിലെ എതിർപ്പും അംഗീകരിക്കാൻ EP കൂട്ടാക്കാത്തത് സമ്മേളന കാലത്ത് സംഘടനാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടാക്കുകയാണ്. അതേസമയം വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം DC ബുക്സിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ആദ്യ ദിവസം EP ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും ഉടൻ പുറത്താക്കുന്നതായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ച DC വിവാദം ഉയർന്നതിനിടെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോക്കം പോയിരുന്നു. കട്ടൻ ചായയും പരിപ്പോടയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവെച്ചിരുന്നു. ഉള്ളടക്കത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ വ്യക്തമാകുന്നത് എന്നതായിരുന്നു പിന്നീട് വന്ന വിശദീകരണം. സംഭവത്തിൽ EP ജയരാജൻ കഴിഞ്ഞ ദിവസം DGPക്ക് പരാതി നൽകിയിരുന്നു. തനിക്കെതിരെ ഗൂഢാലോചന നടത്തി വ്യാജ വിവരം പ്രചരിപ്പിച്ചു എന്നാണ് ഇമെയിൽ വഴി നൽകിയ പരാതിയിൽ പറയുന്നത്. ബുധനാഴ്ച രാവിലെയാണ് വയനാടും ചേലക്കരയിലും വോട്ടെടുപ്പ് നടക്കുന്നതിനിടയിൽ ഇടതുമുന്നണിയെ വെട്ടിലാക്കി EP-യുടെ ആത്മകഥാ വിവാദം വരുന്നത്. ആത്മകഥയിൽ തൊട്ടു മുമ്പത്തെ ദിവസങ്ങളിൽ നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന നിലയിലായിരുന്നു വാർത്തകൾ. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും പാർട്ടി തന്റെ ഭാഗം കേൾക്കുന്നില്ല എന്നുമെല്ലാം അദ്ദേഹം ആത്മകഥയിൽ പറയുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരനെതിരെയും EP വിമർശനം ഉന്നയിച്ചതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആത്മകഥാ വിവാദത്തിനിടെ സരിനായി വോട്ട് തേടാൻ EP ജയരാജൻ ഇന്ന് പാലക്കാട് എത്തുന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട പൊതുയോഗത്തിൽ EP ജയരാജൻ സംസാരിക്കുന്നുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് പൊതുസമ്മേളനം നടക്കുന്നത്. സ്റ്റേഡിയം ഗ്രൗണ്ടിനോട് ചേർന്നുള്ള പൊതുവേദിയിലാണ് പരിപാടിയുള്ളത്. EP ആത്മകഥയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ P സരനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് EP-യുടെ ഈ ഒരു നീക്കം. അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട് LDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് EP ജയരാജൻ ആത്മകഥയിൽ പറഞ്ഞിരുന്നത്. തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷയിൽ ആയിരുന്നു സരിൻ. അത് നടക്കാതായപ്പോഴാണ് ഇരട്ടി വെളുക്കും മുമ്പേ മറുകണ്ഠം ചാടിയത്. ശത്രുപാളയത്തിലെ വിള്ളൽ മുതലെടുക്കുമെന്നത് നേര് തന്നെയാണ്. പല ഘട്ടത്തിലും അത് പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ വയ്യാവേലിയായ സന്ദർഭങ്ങളും നിരവധിയാണ്. PV അൻവർ അതിലൊരു പ്രതീകം. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വരുന്നവരെ കുറിച്ച് ആലോചിച്ചു വേണം തീരുമാനമെടുക്കാൻ. സമാനമായി സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയോ തെറ്റോ എന്ന കാലം തെളിയിക്കട്ടെ എന്ന് EP ജയരാജൻ പറഞ്ഞിരുന്നു. EP ജയരാജന്റെ ആത്മകഥയിലെ പരാമർശങ്ങൾ പ്രതികരണവുമായിട്ട് പാലക്കാട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പുറത്തു വന്ന പ്രസ്താവനകൾ EP ജയരാജൻ നിഷേധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് P സരിൻ പറഞ്ഞു. ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നും സരിൻ പ്രതികരിച്ചു. ഏതെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ തനിക്കെതിരെ പരാമർശം ഉണ്ടായെങ്കിൽ അത് പരിശോധിക്കണമെന്നാണ് സരിൻ വ്യക്തമാക്കിയിരുന്നത്. പുസ്തകത്തിന്റെ പ്രസാധന അവകാശം DCക്കാണെന്നാണ് കമ്പനി ആവശ്യപ്പെടുമ്പോൾ EP ജയരാജൻ അത് നിഷേധിക്കുകയാണ്. തന്നെ നിരവധി പേർ സമീപിച്ചിരുന്നുവെന്നും എന്നാൽ ആരും പ്രസിദ്ധീകരിക്കണമെന്ന് താൻ നിശ്ചയിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. 6 പതിറ്റാണ്ട് കാലത്തെ സംഭവബഹുലമായിട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന EP ജയരാജന്റെ ആത്മകഥ സാധാരണ നിലയിൽ CPIM-ന്റെ രാഷ്ട്രീയ ചരിത്രമായി കൂടി മാറേണ്ടതാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം പുറത്തു വന്ന ആത്മകഥ പാർട്ടിയെ പല വിധത്തിൽ വെട്ടിലാക്കുന്നതായിട്ട് തന്നെ പറയണം.